ബട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടോ എങ്കിൽ റീസൺ വേറെ ആയിരിക്കാം. ഐ ഡോക്ടർ സോന മീനാക്ഷി, കൺസൾട്ടന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ, റീബോൺ ഗ്രാഫ്റ്റ്സ്. ജിമ്മിൽ പോയാൽ ഹെയർ ഫോൾ ഉണ്ടാവുമോ? ജിമ്മിൽ പോകുന്നത് ബേസിക്കലി നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും. ഇൻഫാക്ട് ഇറ്റ് ക്യാൻ സപ്പോർട്ട് യുവർ ഹെൽത്തി ഹെയർ ഗ്രോത്ത്. ബട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടോ എങ്കിൽ റീസൺ വേറെ ആയിരിക്കാം. ഫസ്റ്റ് തിങ്, ക്രാഷ് ഡയറ്റ്. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ധാരണയിൽ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് എടുക്കാതെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ സപ്ലൈ വളരെ കുറവായിരിക്കും. നമ്മുടെ ബോഡിയിൽ എന്ന പോലെ തന്നെ ഹെയറിലേക്കുള്ള ന്യൂട്രീഷൻ സപ്ലൈയും കുറയും. അതുകൊണ്ടൊരു ഹെയർ ഫോൾ ഉണ്ടാകും. സെക്കൻഡ് തിങ്, ലാക്ക് ഓഫ് ബാലൻസ് ഡയറ്റ്. ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്നുള്ള രീതിയിൽ വെജീസ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഹെയർ ലോസ് ഉണ്ടാവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നോ കാർബ് ഡയറ്റ്. അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറയുമ്പോഴത്തേക്കും കോർട്ടിസോൾ ലെവൽ കൂടാനായിട്ടൊരു ചാൻസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്, ഇതൊക്കെ കാരണം കോർട്ടിസോൾ ലെവൽ കൂടാം. ഇതുകൊണ്ടൊരു ടെമ്പററി ഹെയർ ലോസ്, ലൈക്ക് ടീലോജൻ എഫ്ലൂവിയം പോലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു ചാൻസസും ഉണ്ട്.